ഹലോ. സോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു ഫെബ്രുവരി റീക്യാപ്പ് ആയിരിക്കും. ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടിങ്ങനെ വിചാരിച്ചതാണ് എല്ലാ മന്തിൻ്റെയും അവസാനം ഒരു റീക്യാപ്പ് കൊടുക്കണമെന്ന്. മീൻസ് ഈ ഒരു മാസം നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ ജാനുവരിയിൽ ഞാനത് ചെയ്തു. അപ്പോൾ ഫെബ്രുവരിയിലും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുകയാണ്. സോ നമ്മുടെ മന്തിലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫെബ്രുവരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ജാനുവരി പോലത്തെ ഒരു നല്ലൊരു മന്തായിരുന്നില്ല. ജാനുവരി ഞാൻ കഴിഞ്ഞ ആ ലാസ്റ്റ് റീക്യാപ്പിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നല്ല അടിപൊളി തുടക്കമായിരുന്നു ജാനുവരി. പക്ഷേ ഫെബ്രുവരി അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര മടി പിടിച്ച ഒരു മാസമായിരുന്നു ഫെബ്രുവരി എന്ന് പറയണത്. ജാനുവരിയിൽ തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഫെബ്രുവരിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി തുടങ്ങിയത് തന്നെ മീൻസ് എക്സാം അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ഗ്യാപ്പ് ഇടേണ്ടി വരും. ചെയ്തുകൊണ്ടിരുന്ന നല്ല റൊട്ടീൻ ഹാബിറ്റ് അങ്ങനത്തെ കുറച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങൾക്കൊക്കെ കുറച്ചൊന്ന് ഗ്യാപ്പ് വന്ന്. എന്നാലും ഞാൻ മോർണിംഗ് വാക്ക് ആ കാര്യങ്ങളൊക്കെ മാക്സിമം എനിക്കൊന്നും ഒരു ഡേ എന്തോ എക്സാമിന് ഞാൻ മിസ്സാക്കി. ബാക്കിയെല്ലാം ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് അതൊക്കെ മോർണിംഗ് വാക്കും കാര്യങ്ങളും എക്സാമിൻ്റെ ഇടയിൽ അതൊക്കെ ഒരു നല്ല കാര്യമാണ്. മീൻസ് ഞാൻ ഇതുവരെ എനിക്ക് എക്സാം എന്ന് കേട്ടാൽ പിന്നെ ഞാൻ ഏരിയയിൽ വേറെ ഒന്നും ചെയ്യില്ല, എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. എക്സാമിൻ്റെ ഇടയ്ക്ക് ഞാൻ മോർണിംഗ് വാക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, സ്കിൻ കെയർ അങ്ങനെയൊക്കെ. പക്ഷേ എവിടെ ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ ഞാൻ അത് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നു. ഒരു മാസത്തിന് ശേഷം വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴും ഫസ്റ്റ് 2 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ അമ്മയും കൂട്ടി നടക്കാനൊക്കെ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ വീടല്ലേ, നമ്മുടെ ബെഡല്ലേ. അപ്പം നമ്മൾ 2 ദിവസം ഞാൻ എങ്ങനെയോ എണീറ്റാണ്. ഇത്ര നാളും ചെയ്തത് വേസ്റ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോയതാണ്. പക്ഷേ ആ 3-ാമത്തെ ദിവസം തൊട്ട് സീനായി. ഞാൻ പിന്നെ എണീക്കണത് 8 മണിക്കായി. അല്ലെങ്കിൽ ഞാൻ 5:30-ക്കൊക്കെ എണീറ്റുകൊണ്ടിരുന്നതാണ്. അങ്ങനെ 8:30-ക്കായി, പഴയ പോലെ. അങ്ങനെ ആ ഇത് മാറിക്കിട്ടി. അതിനുശേഷം ഞാനിപ്പം അതിന് പകരമായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഇപ്പോൾ വർക്കൗട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് മോർണിംഗ് വാക്കായിരുന്നു കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ അതിന് പകരം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഒന്നാമത്തെ മീൻസ് ഒരു മടി പിടിച്ച കാര്യമെന്ന് പറയാനുള്ള റീസൺ. പിന്നെ ഞാൻ ഒരു ബുക്കിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഏറ്റവും ബെസ്റ്റ് മെമ്മറി എന്ന് പറയണത് വാലൻറ്റൈൻസ് ഡേ മെമ്മറിയാണ്. സോ ആ പൂത അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഫസ്റ്റ് ടൈം ഫ്ലവർ കിട്ടി, റോസ് കിട്ടി. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ്. പിന്നെ ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ വ്ളോഗൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ മാസം ഇട്ടതിലെ ഏറ്റവും ഫേവറേറ്റ് വ്ളോഗ് വന്നിട്ടും അതായിരിക്കും. കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. അതാണ് കുറച്ച് സന്തോഷമായിട്ടുള്ള കാര്യം. പിന്നെ ഈ മാസം നടന്നൊരു കാര്യമാണ്, കോയമ്പത്തൂർ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കോൺഫറൻസ് ആയിരുന്നു അത്. എനിക്ക് ഇതുവരെ 4 വർഷം ഫാർമസി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈ കോൺഫറൻസ് സെമിനാർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട് അങ്ങനത്തെ കാര്യമൊന്നും ഞാൻ തീരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. സോ എനിക്കതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഈ അവസാന നിമിഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ അതിന് സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ട്, CV-യിൽ നമുക്കതിൽ കൊടുക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ ചാടിക്കയറി ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് കോയമ്പത്തൂർ വെച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ പക്കയായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോഴേക്കും മൈക്രോബയോളജി ആയിരുന്നു ടോപ്പിക് കേട്ടോ. മൈക്രോബയോളജി അങ്ങനെ മൈക്രോ ഓർഗാനിസം അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് അങ്ങനത്തെ വലിയ ആൾക്കാരാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഇതൊക്കെ ഞാൻ ലെക്ചറൊക്കെ ഇങ്ങനെ എഴുതിയെടുത്ത് ഭയങ്കര അറ്റൻറ്റീവായിട്ടിരുന്ന് എന്തൊക്കെയോ അതായിരുന്നു. പിന്നെ തൊട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ലായിരുന്നു. ഫുള്ളിങ്ങനെ കട്ടി തമിഴുണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ഞാൻ കിളി പോയതുപോലെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു കോൺഫറൻസ് ഒരു സർട്ടിഫിക്കറ്റ് പർപ്പസിന് വേണ്ടി മാറ്റി. പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ട്രെയിൻ ജേർണി എന്നല്ല, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ച് അങ്ങനെ 2 ദിവസം ചില്ലിങ് ആയിരുന്നു പരിപാടി. അപ്പം അതെനിക്ക് കൊള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ
പിന്നെ സ്റ്റഡി ലീവാണ് ഇപ്പോൾ കറൻ്റ്ലി. അപ്പം വീട്ടിൽ തന്നെയാണ്, വേറെ എവിടെയും പോകണില്ല. ഫുള്ളിങ്ങനെ ബോറടിച്ച് ചത്തിങ്ങനെ ഇരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ബോറടിക്കുക, 8:30 എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഏതെങ്കിലും സിനിമ കാണുക, ഇൻസ്റ്റാഗ്രാം റീൽസ്. ഇത് തന്നെയാണ് ഫെബ്രുവരി ഫുള്ള്. ഓ മൈ ഗോഡ്, എനിക്കിപ്പോൾ റീൽസ് കണ്ട് 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 മടുത്ത്. എന്നിട്ട് തലവേദന വന്ന്. ഇതൊക്കെയാണ് ഈ ഒരു മന്ത്. അതുകൊണ്ട് എനിക്ക് മാക്സിമം സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ കുറയ്ക്കണമെന്നുണ്ട്. പക്ഷെ പറ്റണില്ല. ഞാൻ 2 ദിവസം കൊണ്ടിങ്ങനെ നോക്കിയാണ് കുറയ്ക്കാനായിട്ട്. പക്ഷേ അതൊരു എന്താണ്, രാവിലെ എണീക്കുമ്പോൾ തൊട്ട് ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കും. അതെനിക്ക് കുറയ്ക്കണമെന്നുണ്ട്. അതൊക്കെയാണ് ഇത്. പിന്നെ വന്നിട്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഫെബ്രുവരി. ഒരു ബോറിങ് മടി പിടിച്ച മന്ത്, ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ. സോ ഇനി മാർച്ചിൽ ഞാൻ കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാർച്ചും ഒരു 60% ഇതുപോലെ ആയിരിക്കും. കാരണം സ്റ്റഡി ലീവാണ്, എവിടെയും പോവില്ല, വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ വന്നാൽ പിന്നെ എന്നെ പുറത്തൊന്നും ഫ്രീഡം ഇല്ല കേട്ടോ. ഞാൻ കോളേജിലാണ്, അടിപൊളി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ പെർമിഷനൊക്കെ ചോദിക്കണം, വിടൂല, അപ്രൂവൽ എടുക്കണം, അമ്മയെടുത്ത് വയ്ക്കണം, പപ്പയെടുത്ത് വയ്ക്കണം, എല്ലായിടത്തും ചോദിച്ച് പുറത്തോട്ട് വിടൂല. ഞാനായിരിക്കും പ്ലാൻ ചെയ്യണത്, ഞാൻ തന്നെ അവസാനം പോവേയില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഈ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാൾ കാണുമല്ലോ, അവസാനം പോവാത്ത ആൾ. അതാണ് ഞാനായിരിക്കും ഫ്രണ്ടിൽ നിന്നെല്ലാം ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് എല്ലാം ചെയ്യും. അവസാനം ഞാൻ വീട്ടിലിരിക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ. സോ അങ്ങനെ പുറത്ത് ചില്ലടിക്കാൻ പോകണമെന്നൊന്നും പ്ലാനില്ല. ഈ ഇടയ്ക്ക് എപ്പോഴേലും കോളേജിൽ പോവേണ്ടി വരും മാർച്ചിൽ. പിന്നെ എന്താണ്, എക്സാം ഫീ കാര്യങ്ങളൊക്കെ അടയ്ക്കാനായിട്ട്. പിന്നെ മെയിൻ നമ്മുടെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നുണ്ട്. സോ അത് പഠിക്കണം. അതാണ്. പിന്നെ ഞാൻ ഇത്രയും ബോറടിച്ച് വീട്ടിലിരിക്കണോണ്ട് ഞാൻ കുറച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ട് കുറച്ച് ഫാർമസി റിലേറ്റഡ് ആയിട്ട് കോണ്ടൻസ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു വൃത്തികെട്ടൊരു കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഏറ്റവും ക്രിഞ്ചസ്റ്റ് വീഡിയോ. ഞാൻ അത് താൽക്കാലികമായി പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മേ, അങ്ങനെ ഒരു കോണ്ടൻറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ അതുപോലെ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടൊരു കോണ്ടൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഫാർമസി റിലേറ്റഡ്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെടും, പിന്നെ കാണുന്ന നിങ്ങൾക്കും ഒരു ന്യൂ നോളജ് ആയിരിക്കും. സോ അങ്ങനെ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മാർച്ച് എന്ന് പറയുമ്പം എനിക്കൊരു സ്പെഷ്യൽ മന്താണ്. എൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് ലാസ്റ്റ്. സോ ഞാൻ ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യണം. മീൻസ് വലിയ അങ്ങനെ സെലിബ്രേഷൻ അല്ല, എനിക്ക് കുറച്ച് നല്ല എസ്തെറ്റിക് പിക്ചേഴ്സ് എടുക്കണം, ഒരു കുഞ്ഞി കേക്കൊക്കെ കട്ട് ചെയ്യണം. മീൻസ് കുഞ്ഞി കേക്കൊക്കെ വെച്ചിട്ടേ നമ്മളിങ്ങനെ എസ്തെറ്റിക്കായിട്ട് റൂമിൽ തന്നെ ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇതിന് മുമ്പ് വരെ എക്സാം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ പറഞ്ഞത്. പക്ഷേ ഇപ്പം ആ എക്സാം മാറ്റി, ആ എക്സാം നടക്കണതിൻ്റെ ഇടയിലാണ് എൻ്റെ ബർത്ത്ഡേ പറഞ്ഞത്. സോ ആ പ്ലാന് കുളമാവും മിക്കവാറും. വേറെ സെലിബ്രേഷനും കാര്യങ്ങളും 2 ഫോട്ടോ എങ്കിലും എടുക്കണമെന്നൊക്കെ ഉണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ, നോക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മാർച്ചിൽ ഞാൻ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്ന പ്ലാൻ. ഇനി എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് തന്നെയാണ് ഞാൻ ഫെബ്രുവരിയിലും പറഞ്ഞിട്ട് പോയത്. ഹോപ്സ്, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇതാണ് ഫെബ്രുവരിയിലുണ്ടായ കുറച്ച് കാര്യങ്ങൾ എല്ലാം. അതുപോലെ ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ കുറവായിരുന്നു. മാർച്ചിൽ നമുക്ക് തിരിച്ചു പിടിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ഈ വീഡിയോ. സോ ഇനി നമുക്ക് മാർച്ച് 1 കാണാം. മേ ബി ഒരു ഫാർമസി റിലേറ്റഡ് വീഡിയോ ആയിരിക്കും. സോ അതുവരെ ബൈ.